ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടിയോട് കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടും മഞ്ചാടി കാത്തു നിൽക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ ഭാനുമ്മ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി അനുപമ വരട്ടെ. ഇല്ല, ഞാൻ 18 വയസ്സായ പെൺകുട്ടിയാണ്, എൻ്റേതായ കാര്യം തീരുമാനം എടുക്കാൻ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാനിട. അങ്ങനെ ധിക്കാരം കാണിക്കുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, മോളെ അനു എന്നൊക്കെ പറഞ്ഞ് അനുപമയെ വിളിക്കാണ്. അപ്പോൾ അനുപമ പുറത്തോട്ട് വരിക. എന്താ ഭാനുമ്മേ, അവൾ പോയിരിക്കുന്നു മഞ്ചാടി, നീ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടും കാത്തു നിന്നില്ല, അതിന് അവളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, ഈ വിച്ചുമോ കാരണമാണ് അവൾ എങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയത്, ഞാനുണ്ടായിരുന്നെങ്കിൽ പോയിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ മഞ്ചാടി ദേഷ്യത്തോടു കൂടി നടന്നു പോകുമ്പോൾ വിനയനെ യാദൃശികമായി കാണുകയാണ്. അങ്ങനെ വിനയൻ്റെ അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് വിനയം വിളിക്കുന്നുണ്ട്. അപ്പോഴും മഞ്ചാടി ഒരു വിലയും കൊടുക്കാതെ നിൽക്കുകയാണ്. അപ്പം വിനയം ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ തൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ബൈക്ക് എടുക്കാൻ പുറകിലോട്ട് പോകുമ്പോഴേക്കും ഒരു കാർ വന്ന് അതിൽ കയറി പോകുന്നുണ്ട്. അത് വിനയൻ്റെ തോന്നലായി വിനയന് തോന്നുമെങ്കിലും കൂടി ആ കാറിൻ്റെ പിറകെ വിനയം പോകുന്നുണ്ട് കേട്ടോ, പക്ഷേ നിർത്തുന്നില്ല. അങ്ങനെ പിന്നീട് വിനയൻ ഒരുപാട് അങ്ങ് പോയിട്ടും ആ കാറ് പിന്നീട് ഇതുപോലെ കാറങ്ങ് പോകുന്നു. പിന്നീട് വിനയൻ തൻ്റെ ഫോണെടുത്ത് ദാസിന് കാര്യങ്ങൾ വിളിച്ച് പറയണേ. അപ്പോൾ ദാസ് എന്താ വിനയൻ, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ മഞ്ചാടിയെ ഞാൻ കണ്ടു, അവളൊരു കാറിൽ പോയി എന്ന് തോന്നുന്നു, എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. അത് കേൾക്കുന്ന ദാസ് പറയണേ, നീ ആ കാർ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കണം, അങ്ങനെ പോകാൻ സമ്മതിക്കരുത് എന്നും പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് രോഗി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ അവൾ പോയിരിക്കുന്നു, ജീവരാജാണ് ഒരു കാറിൽ ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇനി വണ്ടിയിൽ കയറി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് രഘുവിനെയും കൂട്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി അച്ഛൻ്റെ റൂം ഒരുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേപ്പർ താഴോട്ട് വീഴാണ്. അത് കണ്ട ഉടനെ തന്നെ അമ്പിളി അതെടുത്ത് വായിക്കുകയാണ്. അച്ഛാ, ഞാൻ പോകുന്നു, അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റേതായ വഴി തിരഞ്ഞെടുത്തു, എനിക്ക് അച്ഛൻ തിരഞ്ഞെടുത്ത് തന്ന വഴിയിലൂടെ പോകാൻ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ജീവരാജാണ് എൻ്റെ ജീവിതം, അവരുമായുള്ള ഒരു ജീവിതത്തിന് ഞാൻ പോകുന്നു, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ പോയെന്നറിഞ്ഞ അമ്പിളി ചേച്ചി എൻ്റെ അച്ഛൻ്റെ റൂം പരിശോധിക്കും, അല്ലെങ്കിൽ എൻ്റെ റൂം പരിശോധിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചത് എന്ന് പറയുമ്പോൾ അമ്പിളിയുടെ മുന്നിൽ തൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച ആ ഒരു സീനൊക്കെ ഓർമ്മ വരികയാണ്. പിന്നീട് അമ്പിളി ആകെ സമനില തെറ്റിയതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കേണ്ടതെന്നറിയില്ല. അമ്പിളി ആരോടാ പറയേണ്ടത്, ഞാനിത് ആരോടാ പറയുക എന്നൊക്കെ പറഞ്ഞ് അമ്പിളി ലക്ഷ്മിയുടെ മുന്നിലോട്ടാണ് പോകുന്നത്, തൻ്റെ അമ്മയുടെ മുന്നിലോട്ട്. അമ്മേ, നമ്മുടെ മോള് എത്ര നന്നായി നമ്മൾ വളർത്തിയതാണ്, എന്നിട്ട് അവൾ കാണിച്ചത് കണ്ടില്ലേ, എന്താ അവൾക്ക് പറ്റിയത് അമ്മേ അവൾ പോയത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം അനുപമയാണ് കാണിക്കുന്നത്. അങ്ങനെ അനുപമ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വിച്ചുമോൻ ഒറ്റൊരുത്തൻ കാരണമാണ് അവൾ പോയതെന്നൊക്കെ പറയുമ്പോൾ വിച്ചുവിനെ നീ പറയണ്ട, എന്തായാലും അവൾക്ക് നീ വിളിച്ച് നോക്ക്, എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അനുപമ പറഞ്ഞ് ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ സമയത്ത് അമ്പിളിയുടെ ഫോൺ കോൾ വന്നു കേട്ടോ. അപ്പോൾ അമ്പിളി അനു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞും കൊണ്ടാണ് വിളിക്കുന്നത്. അത് കേട്ടോടെ തന്നെ ചേച്ചി എന്തിനാ കരയുന്നത്, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു, എന്ത് നഷ്ടപ്പെട്ടു എന്നാൽ ചേച്ചി പറയുന്നത്, പോയടി എല്ലാം പോയടി, ഇനി ഒരൊക്കെ രക്ഷയില്ല, നമ്മുടെ മഞ്ചാടി മോളില്ല അവൾ ആ ജീവരാജിൻ്റെ കൂടെ പോയിരിക്കുന്നത്, എന്താ ചേച്ചി പറയുന്നത്, അതെ അവൾ അവനുമായി ജീവിക്കരുത് വന്നു, എങ്ങനെയെങ്കിലും അവനെ തേടി കണ്ടുപിടിക്കണം, അവനെ വിട്ടു കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അനുപമയെ ആകെ പേടിച്ചു പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ജീവരാജനെയും മഞ്ചാടിയാണ് കാണിക്കുന്നത്. അവരൊരു കായലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഷിഫ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ പറയുന്നുണ്ട് ആഷിഫ് അവിടെ ഉണ്ടാവും, ഈ കായൽ കടന്ന കരക്കെത്തുമല്ലോ, ആ കരയുടെ അടുത്തുണ്ടാവും എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം നിനക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, എന്തായാലും പേടിക്കാനില്ല, ഈ കര കടന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കടക്കിടുന്നുണ്ടെങ്കിൽ ഒരു കായലിലൂടെ നീന്താൻ ആർക്കും കഴിയില്ല, വഞ്ചിയോ തോണിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരും, അതുണ്ടെങ്കിൽ മാത്രമാണ് കടക്കാൻ കഴിയത്തുള്ളൂ എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മഞ്ചാടിക്ക് യാതൊരു കൂസലുമില്ല, പക്ഷെ അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് കേട്ടോ. അങ്ങനെ വഞ്ചി നീങ്ങുന്നു, വഞ്ചി ഇങ്ങനെ ആ ഒരു രസകരമായി തന്നെ ആ കായലും പ്രദേശമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് കരക്കണിയുന്നു. അപ്പോഴേക്കും രണ്ടുപേരെ അവരെ കാത്തു നിൽക്കുന്നുണ്ട്, ഒരു വൃദ്ധയായ ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കേട്ടോ. വാ കുട്ടികളെ, എൻ്റെ മക്കൾ വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. എന്തായാലും എത്ര നേരമായി നിങ്ങളെ ഞാൻ കാത്തു നിൽക്കുന്നു, വായോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആഷിഫ് എവിടെയെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. അവനിവിടെ ഇല്ല, എത്തിയിട്ടില്ല, എന്തായാലും അവർ നമുക്കിപ്പം ഇല്ലാത്തതായിരിക്കും, അതെന്തായാലും അവിടെ നിൽക്കട്ടെ, എന്തായാലും നീ വാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് മഞ്ചാടിക്ക് യാതൊരു കൂസലുമില്ല. അപ്പോൾ ഈ സമയം
അമ്പിളി പറയുന്നുണ്ട്, അവനൊപ്പം ജീവിക്കാൻ സമ്മതിക്കരുത്, അവൻ അവളുടെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ, അതുകൊണ്ട് അവന് സമ്മതിക്കരുത്, അവന് വിട്ടുകൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അമ്പിളി. പക്ഷേ ഈ ജീവരാജിൻ്റെ മുഖംമൂടി ഇനി അഴിഞ്ഞു വീഴാൻ പോകുന്നു കേട്ടോ. അങ്ങനെ മഞ്ചാടി ഇങ്ങനെ ആ ഒരു അമ്മയുടെ അച്ഛൻ്റെയും ജീവരാജിൻ്റെയും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ വിശേഷങ്ങൾ തിരക്കാണ്. പഠിക്കുകയാണോ, എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരില്ലാത്തവർക്ക് അഭയാർത്ഥിയായി നിങ്ങൾ നിൽക്കുന്ന, അപ്പം നിങ്ങൾക്ക് ആരാ ഉള്ളത്? എനിക്ക് നിങ്ങളെപ്പോലെ ഇപ്പോൾ 2 മക്കളുണ്ട് എന്നാ അമ്മ പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാളിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളോട് പറയണേ, അതേ കുറച്ച് കരിമീൻ വേണം, കുറച്ച് മീൻ പിടിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാം, പുതിയ മക്കൾ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരെയും പിടിച്ച് ആ അമ്മയും അതുപോലെ ആ അച്ഛനും കൂടി അങ്ങനെ നടന്നു പോകുമ്പോൾ മഞ്ചാടി ജീവരാജിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ജീവരാജും അപ്പോൾ ഈ അമ്മയോട് വീണ്ടും മഞ്ചാടി ചോദിക്കുക, എന്തായി, എങ്ങനെയുണ്ട്, എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയണ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് 2 മക്കളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല, ഇപ്പോൾ 2 മക്കളുണ്ട്, നിങ്ങളെപ്പോലെ ആരുമില്ലാത്തവർക്ക് അഭയം തേടി വന്നവരാണ് അവരും, അവർക്കിപ്പോൾ ഭക്ഷണം വെച്ച് കൊടുക്കുന്നു, ഇതൊക്കെ തന്നെ ഞങ്ങളുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ വീട്ടിലോട്ട് ചെല്ലട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്, നല്ല രസമുള്ള പ്രദേശം, ഒരു കൊച്ചു വീട്, അയൽവക്കത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിറഞ്ഞു നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ജീവരാജ് പറയുന്നുണ്ട്. ആരെങ്കിലും വന്ന് രക്ഷിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ, അവിടെ നിന്നും പോകണമെന്നുണ്ടെങ്കിൽ വഞ്ചിയോ തോണിയോ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ആർക്കും പോകാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ശബരിയാണ് കാണിക്കുന്നത്. ശബരി ഈ പറയുന്ന രജിസ്ട്രാറുടെ അടുത്തോട്ട് ഒരു പരാതിയുമായി ചെന്നിരിക്കുകയാണ്. ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നൊക്കെ രജിസ്ട്രാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആരാ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഈ വിവാഹം നടക്കില്ല, ഞങ്ങൾ എന്തായാലും അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ഞങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഇത് നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഭിജിത്ത് കൊണ്ടിട്ട് അപ്പോൾ കൂടെ ഈ പിറകിൽ ഈ ആശിപ്പാക്കിയിരുന്ന ആ പയ്യ ഇങ്ങനെ ആ ചങ്ങായി ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട്, ആ ആളിങ്ങനെ എത്തിച്ച് നോക്കുക. അപ്പോൾ ഈ സമയം എന്തായാലും പേടിക്കണ്ട, അന്വേഷിക്കട്ടെ, നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് പോകുമ്പോൾ അയാൾ ഒരു സൂചന കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, രജിസ്റ്റർ മാരേജ് നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അവർ വേറെ വഴി തിരഞ്ഞെടുക്കുക, അത് ഉറപ്പുള്ള കാര്യമാണ്, അത് ഉണ്ടാവാതിരിക്കില്ല. അങ്ങനെ അവർ അയാളെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട്, ഇതേ ഞാനൊരു കാര്യം പറയട്ടെ, രജിസ്റ്റർ മാരേജ് നടക്കില്ലെന്ന് മനസ്സിലായ അവർ ഇനി വെറുതെ ഇരിക്കില്ല, അവരൊരു വിവാഹം താലികെട്ട് അതൊക്കെ ആയിരിക്കും ഇനി ചെയ്യുന്നുണ്ടാവും. അത് കേട്ട ഉടനെ തന്നെ ശബരി പറയണേ, എന്തായാലും ഇന്നത്തെ ഒരു രാത്രി ഉണ്ടല്ലോ, ഇന്നത്തെ രാത്രി ഈ നേരം കൊണ്ട് താലികെട്ട് നടക്കില്ല, അമ്പലത്തിൽ പോകാനും കഴിയില്ല, നാളെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അവളെ പിടിച്ചിരിക്കും, ഞങ്ങൾ തെക്കോട്ടും വടക്കോട്ടും ഓടിക്കൊണ്ടിരിക്കാൻ, അവളെ വെറുതെ വിടില്ല, അവളെ പിടിച്ചിരിക്കും എന്ന് ശബരി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് വേഗത്തിൽ സ്പീഡാക്കുക നല്ലത്. അപ്പോൾ അഭിജിത്തോട് പറയുന്നുണ്ട്, ഞാൻ എന്ത് കിട്ടിയാലും എനിക്ക് വിളിച്ച് പറയാൻ, നീ നിൻ്റേതായ വഴിയിലും തിരഞ്ഞെടുക്കണം. അപ്പോൾ തന്നെ അഭിജിത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ നടക്കുന്ന ഇപ്പം നിങ്ങൾ വന്നതും എല്ലാ കാര്യങ്ങളും ഒറ്റിക്കൊടുക്കാൻ ഇവിടെയുണ്ടല്ലോ ഓരോ ഏമാർ, അതുകൊണ്ട് തന്നെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഇനി കൂടുതലായി സംസാരിക്കണം, നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് അഭിജിത്ത് അവിടെ നിന്നും ശബരിയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അഭിജിത്ത് അങ്ങ് പോകുന്നു. എന്നാൽ ഈ സമയം ഇങ്ങനെ ആ നുറുങ്ങിലെത്തിയിരിക്കുന്ന മഞ്ചാടിയും ജീവരാജും ആ വീട് കാണിച്ചു കൊടുക്കുമ്പോൾ വാടാഹവന്മാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 2 ഗുണ്ടകൾ ഇറങ്ങുന്ന അതിലൊരു ഗുണ്ട മുരുകനാണ് കേട്ടോ. അങ്ങനെ ഇനി അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് മഞ്ചാടിക്ക് കിട്ടുന്നത്. അങ്ങനെ മുരുകൻ്റെ ഗുണ്ടയും കൂടി പുറത്തോട്ട് വരികയാണ്. ഈ സമയം മഞ്ചാടിയാണ് ഇല്ലേ, അതേ മഞ്ചാടി. അപ്പോഴേക്കും അമ്മ പറയുന്നത്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ 2 പേര്, ആ ജീവരാജയിലെ അതേ എന്ന് പറയണേ. പിന്നീട്, നീ അനന്തമാഷിൻ്റെ മകളല്ലേ? അതെ, ഞാൻ അനന്തമാഷിൻ്റെ മകളാണ്. നീ അനന്തമാഷിൻ്റെ മകളാണ് ഇല്ലേ എന്ന് പറയുമ്പോൾ മഞ്ചാടി ചോദിക്കാൻ, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ അച്ഛനെ പരിചയം എന്ന് പറയുമ്പോൾ ആ ബാഗ് തട്ടിയെടുക്കുന്ന ആ ഒരു സീന് ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും മുരുകൻ വന്നിട്ടുണ്ട്. എന്തായാലും എനിക്കതൊക്കെ ഒരു വഴിത്തിരി വരണം, മഞ്ചാടിയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ഇനി ചെയ്യൂ കേട്ടോ.